മകന് നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ കണ്ണുനീർ കണ്ടു നിൽക്കാനാകാതെ വിതുമ്പുകയായിരുന്നു ഇടുക്കി അണക്കരയിലെ ഗ്രാമവാസികൾ. മകന്റെ ആഗ്രഹപ്രകാരം വാങ്ങി സൂക്ഷിച്ചിരുന്ന ഒരു സ്മാർട്ട് വാച്ചുമായാണ് കുവൈറ്റിൽ നിന്നും ഒന്നുമറിയാതെ അമ്മ നാട്ടിലേക്കെത്തുന്നത്. പക്ഷേ നാട്ടിലെത്തിയ അമ്മയെ കാത്തിരുന്നത് ചേതനയേറ്റ മകന്റെ ശരീരമാണ്. എല്ലാവരും എല്ലാം മറച്ചുവെച്ചില്ലേ? എന്നോടൊരു വാക്ക് ആരും പറഞ്ഞില്ലല്ലോ. അവൻ വണ്ടിയെടുത്തോ അമ്മേ? എന്താണിവിടെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് നെഞ്ചുപൊട്ടി കരയുന്ന ജിനുവിനോട് എന്തു മറുപടി പറയണമെന്ന് ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനായാണ് 2.5 മാസങ്ങൾക്ക് മുൻപ് ജിനു കുവൈറ്റിലെ ഒരു വീട്ടിൽ കുഞ്ഞിനെ നോക്കുന്ന ജോലിക്ക് പോയത്. +2 നല്ല മാർക്ക് വാങ്ങിയാൽ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിത്തരണമെന്ന് മകനായ ഷാനറ്റ് അമ്മയോട് പറഞ്ഞിരുന്നു. എന്നാൽ കുവൈറ്റിലെത്തിയപ്പോൾ മുതൽ ജിനു ദുരിതക്കയത്തിലായിരുന്നു. ഭാരമേറിയ വീട്ടുജോലികളായിരുന്നു ജിനുവിന് അവിടെ ചെയ്യേണ്ടി വന്നത്. എങ്കിലും കയ്യിലുണ്ടായിരുന്ന പണം കൊണ്ട് മകനായി അമ്മ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിവെച്ചിരുന്നു. തുടർന്ന് അത് നാട്ടിലേക്ക് പോകുമ്പോൾ സമ്മാനിക്കാനായി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. പിന്നീട് ജോലിഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം അവിടെ തുടരാൻ പറ്റാത്ത സ്ഥിതിയായി. കൂടാതെ വാഗ്ദാനം ചെയ്ത ശമ്പളവും ജിനുവിന് ലഭിച്ചില്ല. ഇത് ഏജൻസിയെ അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തി മറ്റൊരു സ്ഥലത്ത് തടവിലാക്കുകയായിരുന്നു. പിന്നീട് കുവൈറ്റ് മലയാളി അസോസിയേഷൻ ഭാരവാഹികളുടെ സഹായത്തോടെ ഏജൻസിയുടെ തടങ്കലിൽ നിന്നും രക്ഷപ്പെട്ട് ജിനു ഇന്ത്യൻ എംബസിയിലേക്ക് എത്തി. തുടർന്ന് കോടതി നടപടികൾക്ക് ശേഷം 1.5 മാസമായി തടങ്കലിൽ കഴിയുകയായിരുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ബൈക്ക് അപകടത്തിൽ മകനായ ഷാനറ്റ് മരണപ്പെടുന്നത്. അണക്കര ചെല്ലാർകോവിലിന് സമീപം ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ചാണ് വിദ്യാർത്ഥികളും സുഹൃത്തുക്കളുമായ വെള്ളറയിൽ ഷാനറ്റ് ഷൈജു, അലൻ കെ ഷിബു എന്നിവർ മരണപ്പെടുന്നത്. ഏജൻസിയുടെ തൊഴിൽ തട്ടിപ്പിനിരയായി തടങ്കലിൽ കഴിഞ്ഞിരുന്ന ജിനു എത്താൻ വൈകിയത് മൂലമാണ് ഷാനറ്റിന്റെ സംസ്കാരം നീട്ടേണ്ടി വന്നത്. ജിനു ആദ്യം നാട്ടിലേക്ക് വരാനിരുന്നതിന്റെ പിറ്റേ ദിവസമാണ് ഷാനറ്റ് വാഹനാപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നത്. തടങ്കലിൽ കഴിഞ്ഞിരുന്ന സ്ഥലത്ത് കോവിഡ് ബാധയുണ്ടായതിനാൽ നാട്ടിലേക്കുള്ള യാത്ര നീണ്ടുപോവുകയായിരുന്നു. എന്നാൽ മകനെ നഷ്ടപ്പെട്ടത് ഒന്നും അറിയാതെ നാട്ടിലേക്ക് എത്തുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ആ അമ്മ. കിട്ടിയ പണം കൊണ്ട് മക്കൾക്കുള്ള സമ്മാന പൊതികളും മകനുള്ള വാച്ചും എല്ലാം കരുതിയാണ് അവർ നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയത്. എന്നാൽ നാട്ടിൽ കാത്തിരിക്കുന്നത് ജീവിതകാലം മുഴുവൻ അനുഭവിച്ചാലും തീരാത്ത വേദനയാണെന്ന് ജിനു അറിയുന്നുണ്ടായിരുന്നില്ല. അവന് ഏറെ ഇഷ്ടപ്പെട്ട വാച്ച് മൃതദേഹത്തിൽ വെച്ചാണ് അമ്മ അന്ത്യചുംബനം നൽകി ഷാനറ്റിനെ യാത്രയാക്കിയത്.